ഉമ്മൻചാണ്ടിക്ക് ചോദ്യങ്ങളെ ഉള്ളൂ, ഉത്തരങ്ങളില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ. ഉമ്മൻചാണ്ടിയുടെ ചോദ്യങ്ങൾക്ക് താൻ ഉത്തരം നൽകിയിരുന്നു. തന്റെ ചോദ്യങ്ങൾക്ക് ഉമ്മൻചാണ്ടി ഉത്തരം നൽകുന്നില്ല. ഈ ഉഡായിപ്പ് ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിന്റെ അന്തസത്തയാണെന്നും വി.എസ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറ്റപ്പെടുത്തി. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് യു.ഡി.എഫ് സർക്കാർ നടത്തുന്നത്. വിജിലൻസ് കോടതിയിൽ നടന്നത് ഇതിനുള്ള ശ്രമമാണ്. ബി.ജെ.പി. ബി.ഡി.ജെ സഖ്യത്തെ സഹായിക്കാനാണ് സർക്കാർ നീക്കം. ഈഴവ സഹോദരിമാരെ കബളിപ്പിച്ചതിനെതിരെ നിയമ നടപടി തുടരും. എൽ.ഡി.എഫ് അധികാരത്തിൽ വന്നാൽ വായ്പ സ്വയം സഹായ സമിതികൾക്ക് നേരിട്ട് നൽകുമെന്നും വി.എസ്. പ്രസ്താവനയിൽ വ്യക്തമാക്കി. തനിക്കും മന്ത്രിമാർക്കുമെതിരെയും 136ഓളം കേസുകളുണ്ട് എന്ന പ്രചാരണം തെറ്റാണെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. വി.എസ്. നുണപ്രചാരണം നിർത്തണമെന്നും ഇല്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരൊറ്റ കേസ് പോലും എന്റെ പേരിൽ ഈ ഒരിടത്തുമില്ല, ഒറ്റ കേസ് പോലുമില്ല. അദ്ദേഹം അത് പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിയമ നടപടികളുമായിട്ട് ഒത്തിരി സഹിച്ചു, ഒത്തിരി കാര്യങ്ങൾ ക്ഷമിച്ചു. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും തെറ്റായ രീതിയിൽ കാര്യങ്ങൾ ധരിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്കത് അംഗീകരിക്കാൻ സാധിക്കുമോ? വ്യക്തമായ ഉദ്ദേശ്യ ലക്ഷ്യത്തോടെ ഇടപെട്ടാൽ സമൂഹത്തിൽ വലിയ മാറ്റം വരുത്താൻ നവമാധ്യമ രംഗത്തെ ഇടപെടൽ സഹായിക്കുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരു സമ്പന്ന വർഗത്തിന്റെ കൈകളിൽ കേന്ദ്രീകരിക്കുമ്പോൾ ജനനന്മയ്ക്ക് തുറന്നു കിട്ടിയിട്ടുള്ള വലിയ സാധ്യതയാണ് സോഷ്യൽ മീഡിയ എന്നും അദ്ദേഹം പറഞ്ഞു. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടി ഇടപെട്ടാൽ നമ്മുടെ സമൂഹത്തിൽ വലിയ മാറ്റം വരുത്താൻ നവമാധ്യമ രംഗത്തെ ഇടപെടൽ വഴി സാധിക്കും. വ്യക്തിപരമായ അഭിപ്രായ പ്രകടനങ്ങൾ നടത്താൻ ആണ് കൂടുതൽ പേർ ഇന്ന് ഈ രംഗത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അഭിപ്രായ രൂപീകരണത്തിന് കഴിയുന്ന വിധത്തിൽ ഇടതുപക്ഷ ചിന്താഗതികൾ പ്രചരിപ്പിക്കാനും സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി സോഷ്യൽ മീഡിയയിൽ ഇടപെടാനാണ് ഇടതുപക്ഷ പ്രവർത്തകന്മാർ ശ്രദ്ധിക്കേണ്ടത്. മണ്ണാർക്കാട് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കണമെന്ന കാന്തപുരം സിറ്റിംഗ് MLA ഷംസുദ്ദീനെതിരെയാണ് കാന്തപുരം രംഗത്തെത്തിയത്. സുന്നി പ്രവർത്തകരുടെ കൊലപാതകികളെ സഹായിച്ചത് ഈ MLA ആണെന്നും ന്യായവും യുക്തിയും നന്മയും നോക്കി വോട്ട് ചെയ്യണമെന്നും കാന്തപുരം പറഞ്ഞു. വഖഫ് വിഷയത്തിൽ UDF സർക്കാർ സഹായിച്ചില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും കാന്തപുരം കുറ്റപ്പെടുത്തി. മർക്കസ് അലൂമിനി മീറ്റിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ നിലപാട് വ്യക്തമാക്കിയത്. മണ്ണാർക്കാട്ടെ UDF MLA N ഷംസുദ്ദീനെ തോൽപ്പിക്കണമെന്ന് കാന്തപുരം ആഹ്വാനം ചെയ്തു. മണ്ണാർക്കാട്ടെ 2 സുന്നി പ്രവർത്തകരെ കൊല ചെയ്ത കേസിലെ പ്രതികളെ രക്ഷിച്ചത് ഷംസുദ്ദീനാണ്. ഷംസുദ്ദീന് ഒരു കാരണവശാലും വോട്ട് നൽകരുതെന്നും കാന്തപുരം ആവശ്യപ്പെട്ടു. മണ്ണാർക്കാട് 2 മനുഷ്യന്മാരെ കൊന്നിട്ട് അറസ്റ്റ് ചെയ്തു. 2ാം ദിവസം ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നെയും അവർ നടക്കുകയാണ് നമ്മുടെ ആളുകളെ ആക്രമിച്ചത്. അതിന് ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുക്കാൻ ഒരു MLA ഉണ്ട്. നിങ്ങളെയാണ് ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നത്, ശക്തമായിട്ട് പറയുന്നത്. ഒരു കാലത്തും അയാളെ ജയിപ്പിക്കാൻ പാടില്ല, അയാൾ ഈ രാജ്യത്തിന്റെ ദ്രോഹിയാണെന്ന്. വഖഫ് ബോർഡ് വിഷയത്തിൽ UDF സർക്കാർ സഹായിച്ചില്ല. ഇക്കാര്യം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. തങ്ങൾക്ക് ഗുണം ചെയ്യുന്നവരെ സഹായിക്കും. ന്യായവും യുക്തിയും നാടിന്റെ നന്മയും നോക്കിയാണ് വോട്ട് ചെയ്യുകയെന്നും കാന്തപുരം വ്യക്തമാക്കി. ന്യായവും യുക്തിയും നോക്കി, ഈ നാട്ടിന്റെ നന്മയും അവസ്ഥയും നോക്കി അധികാരപ്പെടുത്തുക, അതാണ് ഞങ്ങളുടെ നയം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോൺഗ്രസ് BJP ബന്ധം വെളിപ്പെടുത്തുന്ന K. സുധാകരന്റെ ഓഡിയോ പുറത്ത്. തന്റെ തോൽവിക്ക് കാരണം മുൻപത്തെ പോലെ BJP വോട്ട് ലഭിക്കാത്തത്, മറ്റു ജില്ലകളിലെ BJP നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് ചുമതല ലഭിച്ചതാണ് ഇതിന് കാരണമെന്നും സുധാകരൻ. BJP വോട്ട് ലക്ഷ്യം വെച്ചാണ് സുധാകരൻ ഉദുമയിൽ മത്സരിക്കുന്നത് എന്ന ആരോപണത്തിനിടെയാണ് ഓഡിയോ പുറത്തുവന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ കോൺഗ്രസ് നേതാവ് K. സുധാകരൻ തന്റെ തെരഞ്ഞെടുപ്പ് തട്ടകം ഇക്കുറി മാറ്റിയതിനു പിന്നിൽ ലക്ഷ്യങ്ങൾ ഏറെയുണ്ടെന്നാണ് അദ്ദേഹത്തിന്റെ അനുയായികൾ തന്നെ പറയുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മത്സരിച്ച് നിയമസഭയിലെത്തിയ K. സുധാകരൻ ഇത്തവണ മത്സരത്തിനായി ഉദുമ മണ്ഡലം തെരഞ്ഞെടുത്തതിനു പിന്നിലെ രഹസ്യം BJP RSS വോട്ട് തന്നെയെന്നും സൂചനയുണ്ട്. കണ്ണൂരിൽ തന്നെ സഹായിച്ച BJP RSS നേതാക്കൾ ഇക്കുറി അവരുടെ പ്രവർത്തന മേഖല ഉദുമയാക്കിയിരിക്കുകയാണ്. കണ്ണൂരിൽ മത്സരിച്ചപ്പോൾ BJP RSS വോട്ടുകൾ തനിക്ക് ലഭിച്ചുവെന്നത് K. സുധാകരൻ തന്നെ വെളിപ്പെടുത്തുന്നു.
2014 ലോക്സഭയിൽ മത്സരിച്ചപ്പോൾ RSS വോട്ടുകൾ തനിക്ക് കിട്ടിയിട്ടുണ്ട്. അന്ന് തന്റെ പരാജയത്തിന് കാരണമായത് സ്വന്തം പാർട്ടിയിലെ വോട്ടുകൾ ചോർന്നതാണെന്നും കെ സുധാകരൻ തുറന്നടിക്കുന്നു. ഇവിടുത്തെ പ്രാദേശിക തലത്തിൽ ഈ കേരളത്തിൽ BJPയുടെ പല നേതാക്കന്മാരും പലരുമായി ബന്ധപ്പെട്ട് വോട്ട് ജയിക്കാറുണ്ട് എന്നതുകൊണ്ട് അവർ ഇത്തവണ എന്താക്കിയെന്ന് വെച്ചാൽ നേതൃത്വത്തിലെ കംപ്ലീറ്റ് തന്നെ മാറ്റി. കണ്ണൂരിലെ നേതൃത്വം കാസർഗോഡേക്ക് പോയി. ഇവിടെ തൃശ്ശൂരിൽ നിന്ന് വന്നു RSSകാർ, തൃശ്ശൂരിൽ നിന്ന് വന്ന RSSകാരുടെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ നടന്നത്. അവിടെ ആർക്കും ആരെയും ബന്ധപ്പെടാനും ആർക്കും ആരുമായി സംസാരിക്കാനും സാഹചര്യമുള്ള സന്ദർഭങ്ങളൊന്നുമില്ല. വളരെ സ്ട്രിക്റ്റായി RSSന്റെ ഒരു കണക്കുണ്ടല്ലോ, ആ വോട്ട് കിട്ടണമെന്ന് പറഞ്ഞപ്പോൾ RSSന്റെ വോട്ട് നമുക്ക് പോയി. പിന്നെ ഈ പാർട്ടിക്കകത്ത് നിന്ന് കുറെ വോട്ട് പോയി. അത് ആദ്യം ഞാൻ പറഞ്ഞില്ല, കാരണം പറയുന്നത് നാണക്കേടാണ്. കണ്ണൂരിലെ കോൺഗ്രസ്സുകാർ എനിക്ക് വോട്ട് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. അതിലൊരു എനിക്കൊരു പോലെ. എന്നാൽ കണ്ണൂരിലെ തന്റെ സൗഹൃദത്തിന്റെ ഉടമകളായ BJP RSS നേതാക്കളാണ് ഉദുമയിൽ BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് ഇക്കുറി അനുഗ്രഹമായാണ് കെ സുധാകരൻ കരുതുന്നത്. അതിനാൽ തന്നെ LDFന്റെ ചുവപ്പുകോട്ടയിൽ BJP RSS വോട്ടുകൾ നേടി വിജയിക്കാനുമെന്ന പ്രതീക്ഷയിലാണ് കെ സുധാകരൻ. സുനിൽ അരിമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. മലപ്പുറത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്ന VS. ജില്ലയിലെ മുസ്ലിം ലീഗിന്റെ കുത്തക തകർക്കണമെന്ന VSന്റെ ആഹ്വാനം ഹർഷാരവങ്ങളോടെയാണ് ജനങ്ങൾ സ്വീകരിച്ചത്. ആനൂരിലായിരുന്നു ആദ്യ പൊതുയോഗം. പതിവ് പോലെ VS എത്തിയതും സദസ്സിൽ ആരവം. മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചായിരുന്നു പൊതുയോഗങ്ങൾ. ലീഗിന്റെയും UDFന്റെയും കുത്തക തകർക്കണമെന്ന് VS ആവശ്യപ്പെട്ടു. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അടിച്ചൊതുക്കാം, മർദ്ദിച്ച് ഒതുക്കാമെന്ന അഹങ്കാരം, അതിന് ശക്തമായ തിരിച്ചടി കൊടുത്തിട്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി പോരാടുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. BJPയും RSSുമാണ് UDFന് പിന്നിൽ നിന്ന് സഹായിക്കുന്നതെന്നും VS പറഞ്ഞു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തെ അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി BJPയും എല്ലാ വിധത്തിലുള്ള സഹായ സഹകരണങ്ങളും UDFന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് ദുഷ്ടശക്തികൾക്കുമെതിരായി ജനങ്ങളെ അണിനിരത്തി പോരാടേണ്ടത് നമ്മുടെ മഹത്തായ കടമയാണ്. മലപ്പുറത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുതുജീവനായി VSന്റെ കൺവെൻഷനുകൾ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. UDFന് തലവേദനയാവുകയാണ് കൊച്ചി മണ്ഡലത്തിലെ കോൺഗ്രസ് റിബൽ സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLA ആയ ഡൊമിനിക് പ്രസന്റേഷന് നേതൃത്വം വീണ്ടും സീറ്റ് നൽകിയതിലുള്ള പ്രതിഷേധമാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ലീനസിനെ റിബലാക്കിയത്. KPCC പ്രസിഡന്റ് VM സുധീരൻ നേരിട്ട് ശ്രമിച്ചിട്ടും ലീനസ് മത്സര രംഗത്ത് നിന്നും പിന്മാറാൻ തയ്യാറായില്ല. പശ്ചിമ കൊച്ചി മേഖലയിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കണമെന്നുള്ള പ്രാദേശിക നേതാക്കളുടെ ആവശ്യം തള്ളിയാണ് A ഗ്രൂപ്പുകാരനായ ഡൊമിനിക്കിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയത്. എന്നാൽ അന്ന് തന്നെ വിക്ടർ ലീനസ് കളത്തിലിറങ്ങി പ്രചാരണം തുടങ്ങുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഈ അവഗണന ഇനി അനുവദിക്കാനാകില്ലെന്നും ഭൂരിപക്ഷം പ്രവർത്തകരും തനിക്കൊപ്പമാണെന്നും ലീനസ് പറയുന്നു. ഈ പ്രാവശ്യവും മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വ്യക്തി കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നത് മുതൽ അദ്ദേഹം തന്നെയാണ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എല്ലാവരെയും സ്വാധീനിക്കുവാനും അത് നിന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നിച്ചുകൂടി അതിനെ ഒരു മാതൃകാപരമായിട്ട് നമ്മൾ ആ പ്രവണതയെ ഒന്ന് മാറ്റുവാനും ഒരു മാറ്റം, കൊച്ചിക്കൊരു മാറ്റം അനിവാര്യമാണെന്നുള്ള രീതിയിലാണ് എല്ലാവരും കൂടി പ്രതികരിച്ചതിൻ്റെ ഫലമാണ് എൻ്റെ സ്ഥാനാർത്ഥിത്വം. വിക്ടർ ലീനസിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ചർച്ചകളിലെല്ലാം പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികൾക്കൊപ്പം ലീനസിനും സംഘാടകർ ഇടം നൽകുന്നുണ്ട്. ഇനി ആര് ഉപാധികൾ മുന്നോട്ട് വെച്ചാലും എന്ത് ഓഫർ നൽകിയാലും മത്സരരംഗത്ത് നിന്ന് പിന്മാറില്ലെന്നാണ് ലീനസിന്റെ തീരുമാനം. അത് UDF നേതൃത്വത്തിന്റെ ചങ്കിടിപ്പ് കൂട്ടുന്നുണ്ട്. ലീനസിന്റെ തീരുമാനം തന്നെയായിരിക്കും UDFന്റെ വിജയസാധ്യതകളെ നിർണ്ണയിക്കുക. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഇരിക്കൂറിൽ കോൺഗ്രസിനെതിരെ വിമതർ ശക്തരാകുന്നു. KC ജോസഫിനെതിരെ വാട്സാപ്പ് ഗ്രൂപ്പ് തെരഞ്ഞെടുത്ത വിമത സ്ഥാനാർത്ഥി രംഗത്ത്. നേരത്തെ വിമത സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് അബ്ദുൽ ഖാദർ വാട്സ് ഗ്രൂപ്പ് കൺവെൻഷനിൽ എത്തി പുതിയ സ്ഥാനാർത്ഥിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. KC ജോസഫിന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ നവമാധ്യമ രംഗത്ത് നിന്നും വിമത സ്ഥാനാർത്ഥി രംഗത്ത്. 35 വർഷമായി കോട്ടയത്ത് നിന്നും മത്സരിക്കാൻ മാത്രം ഇരിക്കൂറിലെത്തുന്ന KC ജോസഫിനെതിരെ ശക്തമായ എതിർപ്പുകളാണ് മണ്ഡലത്തിൽ നിന്നും ഉയരുന്നത്. ഇരിക്കൂറിലെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന അബ്ദുൽ ഖാദറാണ് KC ജോസഫിനെതിരെ മത്സരിക്കാൻ ആദ്യം രംഗത്തെത്തിയത്.
ഇപ്പോൾ ഇരിക്കൂറിലെ UDF-കാർ അംഗങ്ങളായുള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പാണ് പൊതുസമ്മതനായ വിമത സ്ഥാനാർത്ഥിയെ KC ജോസഫിനെതിരെ രംഗത്തിറക്കിയിരിക്കുന്നത്. 10,000 അംഗങ്ങളുള്ള ചേഞ്ച് KC, സേവ് ഇരിക്കൂർ, ക്വിറ്റ് KC, സേവ് ഇരിക്കൂർ എന്നീ വാട്സ്ആപ്പ്, ഫേസ്ബുക്ക് കൂട്ടായ്മകളാണ് KC ജോസഫിനെതിരെ AK ഷാജിയെ സ്ഥാനാർത്ഥിയായി രംഗത്തിറക്കിയിട്ടുള്ളത്. നമ്മുടെ സ്ഥലം MLA ഇപ്പോഴും പറയുന്നത് വികസന മുരടിപ്പിന് ഞങ്ങൾക്ക് ഒരു അവസരം എന്നാണ് പറയുന്നത്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്നത്, വികസന മുരടിപ്പിന് ഞങ്ങൾക്ക് ഒരു അവസരം. അദ്ദേഹം അടുത്ത് 35 വർഷത്തെ കാലാവധി ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾക്ക് ഒരു 35 ദിവസം മതി വികസനത്തിന്റെ ഒരു ബുള്ളറ്റ് ട്രെയിൻ ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ഓടി. ഞങ്ങൾ ഇപ്പോൾ തന്നെ ഏകദേശം 27,000 വോട്ടുകൾ ഉറപ്പുവരുത്തി കഴിഞ്ഞു. വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ രംഗത്ത് വന്ന അബ്ദുൽ ഖാദറും വാട്സ്ആപ്പ് ഗ്രൂപ്പ് സ്ഥാനാർത്ഥി കൺവെൻഷനിൽ പങ്കെടുത്ത് പിന്തുണ പ്രഖ്യാപിച്ചു. അബ്ദുൽ ഖാദറിന് പകരം പരിസ്ഥിതി പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ AK ഷാജി മത്സര രംഗത്തിറങ്ങും. ഇരിക്കൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുയരുന്ന വിമത കൂട്ടായ്മയുടെ ഏകോപനമാണ് ഇരിക്കൂറിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് കൺവെൻഷനിലൂടെ തെളിഞ്ഞത്. സിറ്റിംഗ് സീറ്റിൽ KC ജോസഫിന് ഇത് വൻ തിരിച്ചടിയാകും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കാരുണ്യ ലോട്ടറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ താൻ 6 ലക്ഷം രൂപ വാങ്ങിയെന്ന സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾക്ക് ഫേസ്ബുക്കിലൂടെ മറുപടിയായി നടനും കൊല്ലം LDF സ്ഥാനാർത്ഥിയുമായ മുകേഷ് രംഗത്ത്. പ്രതിഫലം ഒന്നും വാങ്ങാതെയാണ് കാരുണ്യ ലോട്ടറിയുടെ പരസ്യത്തിൽ താൻ അഭിനയിച്ചത്. കാരുണ്യ ലോട്ടറിയുടെ പരസ്യത്തിൽ ആദ്യമായി അഭിനയിച്ചത് താനായിരുന്നു. ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ നിയമം അനുസരിച്ച് പരസ്യത്തിൽ അഭിനയിക്കുന്ന ആളുടെ പേരിൽ മാത്രമേ പണം നൽകിയിരുന്നുള്ളൂ. അതുപ്രകാരം ലോട്ടറി ഡിപ്പാർട്ട്മെന്റുമായി 6 ലക്ഷത്തിന് 6 പരസ്യങ്ങൾ ചെയ്യാൻ കരാറുണ്ടാക്കിയ പരസ്യത്തിന്റെ സംവിധായക സന്ധ്യ രാജേന്ദ്രൻ എന്റെ പേരിൽ പണം പിൻവലിക്കുകയായിരുന്നുവെന്നും മുകേഷ് ചൂണ്ടിക്കാട്ടി. ഇതിന്റെ വിശദീകരണം അന്നത്തെ ലോട്ടറി ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ബിജു പ്രഭാകർ IAS-ന് നൽകിയിട്ടുണ്ട്. ഇല്ലാത്ത അപവാദ പ്രചാരണങ്ങൾ നടത്തുന്നതിന് പകരം വികസനം കടലാസിൽ മാത്രം കൊണ്ടു നടക്കുന്നവർ അത് പ്രാവർത്തികമാക്കിയാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്നും മുകേഷ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നു. വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ തൃണമൂൽ നേതാവ് ഡെറക് ഒബ്രിയനെതിരെ CPIM പൊളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് ദില്ലി പോലീസിൽ പരാതി നൽകി. പ്രകാശ് കാരാട്ടിന് ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് ലഡ്ഡു നൽകുന്ന വ്യാജ ചിത്രം നിർമ്മിച്ച് BJP CPIM ബന്ധം ആരോപിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് പ്രചാരണം നടത്തിയത്. ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഡ്ഡു നൽകുന്നതാണ് യഥാർത്ഥ ഫോട്ടോ. ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മോഡിയുടെ തലമാറ്റി പകരം പ്രകാശ് കാരാട്ടിന്റെ തല ചേർത്തു വെച്ചാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പ്രചരിപ്പിച്ചത്. തൃണമൂൽ നേതാവും MP-യുമായ ഡെറക് ഒബ്രൈൻ വാർത്താ സമ്മേളനത്തിൽ ഫോട്ടോ പരസ്യപ്പെടുത്തുകയും ചെയ്തു. BJP-യും CPIM-ഉം തമ്മിൽ ബന്ധമുണ്ടെന്നാരോപിച്ചാണ് വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ചത്. എന്നാൽ യഥാർത്ഥ ഫോട്ടോ പുറത്തു വന്നതോടെ തൃണമൂൽ നേതൃത്വം വെട്ടിലായി. ഫോട്ടോ പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ച് തൃണമൂൽ കോൺഗ്രസ് തലയൂരാൻ ശ്രമം നടത്തിയെങ്കിലും നിയമപരമായി നേരിടാനാണ് CPIM-ന്റെ തീരുമാനം. വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ച ഡെറക് ഒബ്രൈനെതിരെ പ്രകാശ് കാരാട്ട് ദില്ലി പോലീസിൽ പരാതി നൽകി. വില കുറഞ്ഞ പ്രചരണ തന്ത്രങ്ങളാണ് തൃണമൂൽ കോൺഗ്രസ് തുടരുന്നതെന്ന് പ്രകാശ് കാരാട്ട് പറഞ്ഞു. Since this is a patent case of using a fabricated picture, morphed and put on the website, this comes under the cyber offense, and I have lodged a complaint with the Delhi police to proceed against Sri Derek O'Brien under the relevant law and the relevant clauses. വ്യാജ ഫോട്ടോ പ്രചരിപ്പിച്ച തൃണമൂൽ കോൺഗ്രസിനെതിരെ BJP-യും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള 4ാം ഘട്ട വോട്ടെടുപ്പ് നാളെയാണ്. 2 ജില്ലകളിലായി 49 നിയോജക മണ്ഡലങ്ങളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത്. ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന തൃണമൂൽ നേതാവായ മദൻ മിത്രയും ഈ ഘട്ടത്തിൽ മത്സര രംഗത്തുണ്ട്. ഹൗറ ജില്ലയിലെ 16 മണ്ഡലങ്ങളിലും നോർത്ത് 24 പർഗാനയിലെ 33 മണ്ഡലങ്ങളിലുമാണ് 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 40 വനിതകൾ ഉൾപ്പെടെ 345 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. 1,08,00,000 വോട്ടർമാർക്ക് സമ്മതിദാനാവകാശമുണ്ട്. 1 ഡസനിലധികം പ്രമുഖ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നു എന്നതാണ് 4ാം ഘട്ടത്തിന്റെ പ്രത്യേകത. മുൻമന്ത്രിമാരായ അസിംദാസ് ഗുപ്ത, നേപൽ ദേവ് ഭട്ടാചാര്യ, തന്മോയ് ഭട്ടാചാര്യ തുടങ്ങിയവരാണ് CPIM-ന്റെ പ്രമുഖ സ്ഥാനാർത്ഥികൾ. തൃണമൂൽ കോൺഗ്രസിനു വേണ്ടി സംസ്ഥാന മന്ത്രിമാരായ അമിത് മിശ്ര, പൂർണേന്ദു ബസു, അരൂപ് റോയ്, ഉപേന്ദ്ര വിശ്വാസ് തുടങ്ങിയവരും ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നു. ശാരദാ ചിട്ടി തട്ടിപ്പ് കേസിൽ ജയിലിൽ കഴിയുന്ന തൃണമൂൽ നേതാവും മുൻമന്ത്രിയുമായ മദൻ മിത്രയും മത്സരരംഗത്തുണ്ട്. BCCI മുൻ അധ്യക്ഷൻ ജഗ്മോഹൻ ഡാൽമിയയുടെ മകളും തൃണമൂൽ ടിക്കറ്റിൽ ജനവിധി തേടുന്നു. ആദ്യ 3 ഘട്ട വോട്ടെടുപ്പുകളിൽ വ്യാപക അക്രമ സംഭവങ്ങളാണ് പശ്ചിമബംഗാളിൽ അരങ്ങേറിയത്. 3ാം ഘട്ട വോട്ടെടുപ്പിലും തൊട്ടടുത്ത ദിവസവും തൃണമൂൽ ആക്രമണത്തിൽ 3 CPIM പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സുരക്ഷയും നിരീക്ഷണ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. ജൈവ കൃഷിയിൽ ഒരു നാടിന് അഭിമാനമായ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. തിരുവനന്തപുരം നന്ദിയോടാണ് കുട്ടികൾ ജൈവ കൃഷിയിലൂടെ അവധിക്കാലം ആഘോഷമാക്കുന്നത്. നന്ദിയോട് കൃഷിഭവന്റെ സഹായത്തോടെയാണ് കുട്ടികളുടെ ഈ സംരംഭം. വിളവെടുപ്പിന് തയ്യാറായ പയർ പാവൽ തോട്ടം.
ഈ കുട്ടിക്കുരുന്നുകളാണ് ഇതിന് പിന്നിലെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട. തിരുവനന്തപുരം നന്ദിയോടാണ് കുട്ടികളുടെ ഈ ജൈവ കൃഷി. 3 മാസം മുമ്പാണ് ഇവർക്ക് ഇത്തരമൊരാശയം നന്ദിയോട് കൃഷിഭവനിലെ കൃഷി ഓഫീസർ ജയകുമാറിൽ നിന്നും ലഭിച്ചത്. തുടർന്ന് 70-കാരനായ കുട്ടപ്പൻ അപ്പൂപ്പന്റെ സഹായത്തോടെ സ്ഥലം ശരിയാക്കി കൃഷിഭവനിൽ നിന്നും ലഭിച്ച പയർ പാവൽ വിത്ത് പാകി. 3 മാസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ അത് വിളവെടുത്തു. പതിവിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ അവധിക്കാലം ജൈവ കൃഷിയിലൂടെ തങ്ങൾ ആസ്വദിച്ചതായി കുട്ടികൾ തന്നെ പറയുന്നു. അങ്ങനെ എല്ലാരും കൂടെ വിചാരിച്ച് കൃഷി ചെയ്യാന്ന്. അങ്ങനെ അപ്പൂപ്പൻ്റെ അടുത്തും കൂടെ ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ ഒന്ന് പറഞ്ഞ് പിന്നെ അവരെയും സ്ഥലം ചോദിച്ച് നമ്മൾ കൃഷി ചെയ്തു. എല്ലാ ജോലികളും നമ്മൾ തന്നെ ചെയ്ത് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ മൊത്തം കിളച്ച് പയറും പാവലും നടാൻ വേണ്ടി ഒരു സ്ഥലം ഒരുക്കി പിന്നെ വിത്തിട്ട്. കുട്ടപ്പൻ അപ്പൂപ്പന്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് ഈ കുട്ടിക്കൂട്ടം കൃഷിയിൽ ഓരോ ചുവടും വെച്ചത്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ജൈവ കൃഷിയോടുള്ള ഈ താല്പര്യത്തിൽ അതീവ സന്തുഷ്ടനുമാണ് അപ്പൂപ്പൻ. ആദ്യം വന്ന് പറഞ്ഞ് അപ്പൂപ്പ എവിടെയെങ്കിലും ഇതുപോലെ സ്ഥലമൊക്കെ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞ് ശരിയാകും എല്ലാം നടത്തിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ നല്ല കൂടെ ചേർന്ന് ശരിയാക്കി. പിന്നെ അവർ ചാണകം കൊണ്ട് തന്ന് ഈറ കൊട്ടിക്കൊണ്ട് തന്ന് പിന്നെ അവർ പിന്നെ വൈകുന്നേരമുള്ള വെള്ളം കുറയ്ക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു. അതുകൊണ്ട് തന്നെ ജൈവ കൃഷിയിൽ ഇവർക്ക് കൃഷി ഓഫീസർ ക്ലാസും നൽകി. ഇവിടെ നിന്നും വിളവെടുത്ത വിഷരഹിത പയറും പാവലും റോഡിലെത്തിയപ്പോൾ തന്നെ വിറ്റുതീരുകയും ചെയ്തു. ഇനി ജൈവ കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം. ജൈവ കൃഷിയിൽ മുതിർന്നവർക്ക് മാതൃകയാവുകയാണ് നന്ദിയോടുള്ള ഈ കൊച്ചുകുരുന്നുകൾ. ഇവർ നൽകുന്ന പാഠം ഉൾക്കൊണ്ടാൽ തന്നെ നമുക്ക് വിഷരഹിത പച്ചക്കറികൾ സ്വന്തമാക്കാം. തിരുവനന്തപുരം നന്ദിയോടുള്ള കുരുന്നുകളുടെ പയർത്തോട്ടത്തിൽ നിന്നും ക്യാമറാമാൻ RK കുമാറിനൊപ്പം S ഷീജ.